നമസ്കാരം. മൈമെൻ്റൽ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നറിയുന്നു. വളരെ സന്തോഷം. ഇന്ന് മലയാള ഭാഗത്തെ അടിസ്ഥാനമാക്കി ഒരു റിവിഷൻ ക്ലാസ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വലിയ എക്സാം കാലഘട്ടത്തേക്കാണ്. ഒരുപാട് തസ്തികകളിലേക്ക് വേണ്ട എക്സാംസൊക്കെ PSC നടത്തുകയാണ്. അതിൻ്റെ കൂടെ മൈമെൻ്റൽ ആപ്പും നിങ്ങൾക്ക് വേണ്ടി റിവിഷൻ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ തസ്തികയ്ക്കും വേണ്ട എക്സാമുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട റിവിഷനും ഒക്കെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് നടക്കുന്നുണ്ട്. കഴിയുന്നിടത്തോളം എല്ലാവരും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSCയുടെ 38/2024 കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ട പ്രാഥമിക പരീക്ഷയിൽ ചോദിച്ച 10 മലയാള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധികം മുഖവുരകളില്ല. ഒരു കുഞ്ഞു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ. നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ 10 മാർക്ക് ഉറപ്പായി നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മലയാള ഭാഗം. ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരല്പം ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് 10 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 38/2024 ചോദ്യപേപ്പറിൽ ആദ്യം വന്ന ചോദ്യം, അതായത് 91ാമത്തെ ചോദ്യം, ഞാനിവിടെ ചോദ്യം നമ്പർ മാർക്ക് ചെയ്യുന്നില്ല, പകരം ചോദ്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ചോദ്യം ഇങ്ങനെയാണ്: ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എയിൽ വിദ്യുത് ശക്തി എന്ന പദമുണ്ട്. ഓപ്ഷൻ ബിയിൽ വിദ്യുത് ശക്തി എന്ന പദമുണ്ട്. ഓപ്ഷൻ സിയിൽ വിദ്യുത് ശക്തി എന്ന പദമുണ്ട്. ഓപ്ഷൻ ഡിയിൽ വിദ്യുത് ശക്തി എന്ന പദമുണ്ട്. അപ്പം അതിൻ്റെ ഉച്ചാരണങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ മാറുന്നുള്ളൂ, അല്ലേ? ഇപ്പോൾ അവിടെ വൈദ്യുതി എന്നർത്ഥം വരുന്ന വിദ്യുത് ശക്തി എന്ന പദമാണ് ആവശ്യം, അല്ലേ? വൈദ്യുതി എന്നർത്ഥം വരുന്ന വിദ്യുത് ശക്തി എന്ന പദം, അല്ലേ? നോക്കി വയ്ക്കാം. വൈദ്യുതി എന്ന പദം അല്ലെങ്കിൽ വിദ്യുത് ശക്തി എന്ന പദം, അത് വിദ്യുത് എന്ന പദത്തോട് ശക്തി എന്ന പദം ചേരുന്നതാണ്. വൈദ്യുത് അല്ലെങ്കിൽ വിദ്യുത് എന്ന പദത്തോട് ശക്തി എന്ന പദം ചേരുകയാണ്. അവിടെ വിദ്യുത് എന്ന പദത്തോട് ശക്തി ചേരുന്ന സമയത്ത് അത് വിദ്യുത് ശക്തി എന്നായി മാറുന്നു. എന്തായി മാറുന്നു? വിദ്യുത് ശക്തിയായി മാറുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വിദ്യുത് ശക്തിയാണ് ശരിയായ പദം. ശരിയായ പദം ഏതാണ്? വിദ്യുത് ശക്തി എന്നതാണ് ശരിയായ പദമായി വരുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഇതിനകത്ത് വൈദ്യുതി എന്ന പദം, അല്ലെ? വൈദ്യുതി എന്ന പദം വൈദ്യുതി എന്നാണ്. ദ്വിതി എന്നത് എഴുതുന്നത് ഇങ്ങനെയാ, അല്ലെ? ദ്വിതി. ഈ ദ്വിതി എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. ദ്വിതി എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം. കഴിഞ്ഞ നമ്മുടെ LDC പരീക്ഷയിൽ തൃശ്ശൂർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആപ്പിനകത്ത്, നമ്മുടെ ക്ലാസ്സുകൾക്കകത്തൊക്കെ ഒരുപാട് തവണ ഈ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വിദ്യുശക്തി എന്നുള്ള പദമൊക്കെ ഒരുപാട് തവണ നമ്മുടെ ആപ്പിനകത്ത്, നമ്മുടെ ക്ലാസ്സിലുമൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ആ ക്ലാസ്സിന് സാക്ഷികളായവരുമാണ്. നമ്മൾ പഠിപ്പിച്ച ചോദ്യം തന്നെയായിരുന്നു അത് എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഈ പറയുന്ന ബി ഓപ്ഷനായ വിദ്യുശക്തി എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ PSC എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായി ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് 2024 കൂടുതലായി ചോദിച്ചു കണ്ട ചില ചോദ്യങ്ങളൊന്ന് നോക്കി വരാം. അതിലാദ്യത്തേത് അനന്തിരവൻ എന്ന പദമാണ്. അനന്തിരവൻ എന്ന പദം ശരിയായ പദം ഏതാണ്? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ ശരിയായ പദം? അനന്തിരവൻ. നമ്മൾ പൊതുവെ അനന്തിരവൻ എന്നാണ് പറയുക. അനന്തിരവൻ, അല്ലെ? അനന്തിരവൻ. ആ പദം തെറ്റായൊരു പദമാണ്. അനന്തിരവൻ എന്ന പദം തെറ്റായൊരു പദമാണ്. അത് ശരിയായി എഴുതുന്നത് അനന്തരവൻ എന്നാണ്. അനന്തര അവൻ അല്ലെങ്കിൽ അനന്തരാവകാശി എന്ന് പറയത്തില്ലേ? അനന്തര അവകാശി, അനന്തിരവൻ എന്ന പദം തെറ്റാണ്. ഞാനിതിൻ്റെ ബാക്കി നിയമവശങ്ങളിലേക്ക് ഒന്നും തന്നെ വരുന്നില്ല. ഓർത്ത് വയ്ക്കുക, ആ വാക്ക് പഠിച്ചു വയ്ക്കുക. അനന്തരവൻ എന്ന പദമാണ് ശരി. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ എന്നോട് നമ്മുടെ ഒരു ക്ലാസ്സിനിടയിൽ ഒരു കുട്ടി ചോദിച്ചതാണ്, സർ, ഈ സമകാലീനൻ എന്നും സമകാലികൻ എന്നുമുള്ള വാക്ക് PSC പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്നോടൊരു കുട്ടി ചോദിച്ചതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവർ ആ കുട്ടികളിൻ്റെ ഈ ക്ലാസ് കാണുന്നുണ്ടാകും. അവർ ക്ലാസ്സിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, ശരി മക്കളെ, നോക്കിയേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം ഞാനന്ന് ക്ലാസ്സിലും പറഞ്ഞതാണ്. ഓർത്തു വയ്ക്കുക. സമകാലികൻ, അല്ലെ? സമകാലീനൻ എന്ന പദവുമുണ്ട്, സമകാലികൻ എന്ന പദവുമുണ്ട്. സമകാലീനൻ എന്ന പദമായിരിക്കും പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. പക്ഷെ അത് തെറ്റായൊരു പദമാണ്. അത് ശരിയായത് സമകാലികൻ എന്നുള്ളതാണ്. ഒരേ കാലഘട്ടത്തുള്ളവൻ എന്ന് പറയാം നമുക്ക്. സമകാലികൻ എന്നതാണ് ശരിയായ പദം. മക്കളെ ഓർത്ത് വയ്ക്കുക. ഏതാ ശരിയായ പദം? സമകാലികൻ. സ്പീഡായി പോകുന്നില്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 2 വാക്ക് സെറ്റല്ലടാ. ഇനി നോക്കി വെച്ചേ. ചുമതലാബോധമുണ്ട്. ചുമതലബോധവുമുണ്ട്. ചുമതലബോധം നമ്മൾ പറയുമ്പോൾ ഇത്തിരി നീട്ടി അങ്ങ് പറയാം, അല്ലേ? അവനിൽ ചുമതലാബോധമുണ്ട്, അല്ലേ? ചുമതലാബോധം. ഓക്കെ, അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ആ സന്തോഷം അതൊരു തെറ്റാണ് എന്നതാണ് സത്യം.
ചുമതലാബോധം എന്ന പദം തെറ്റാണ്. ചുമതലാബോധം എന്ന പദം തെറ്റാണ്. മറിച്ച് ശരിയായ പദം ഏതാണ്? ചുമതലബോധം. 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 ഇതേമാതിരി മറ്റൊരു പദം PSC ഈ അടുത്ത് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ലോകത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത് എന്നുള്ളത്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ലൗകികം എന്ന പദമാണ്. ലൗകികം. പക്ഷെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് ലൗകികം എന്ന പദമാണ്. ഈ ലൗകികം എന്ന പദം തെറ്റായൊരു പദമാണ്. ദീർഘമില്ല, അതായത് ഇവയ്ക്കൊന്നും എന്തില്ല, നീട്ടില്ല. ഓക്കെ, പാരത്രികമാണ് ശരി, പാരത്രീകം തെറ്റ്. ഓക്കെ അല്ലേ? ഐതിഹ്യം ശരി, ഐതിഹ്യം തെറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന് ഈ പദം നിങ്ങളെ സഹായിക്കും. ചുമതലാബോധം തെറ്റ്, ചുമതലബോധമാണ് ശരി. ഇനി അനുഗ്രഹീതൻ എന്നൊരു പദമുണ്ട്. അനുഗ്രഹീതൻ. ഓക്കെ, ഇനി അനുഗ്രഹീതൻ എന്ന പദമുണ്ട്. അനുഗ്രഹം എന്ന് എഴുതുന്നതും അനുഗ്രഹീതൻ എന്ന പദം എഴുതുന്നതും രണ്ടാ അല്ലെ? സത്യത്തിൽ ഈ പറയുന്ന അനുഗ്രഹീതൻ ഇത് അനുഗ്രഹീതൻ അല്ലെ? അത് തെറ്റാണ്. അത് ശരിയായി പ്രയോഗിക്കുന്നത് അനുഗ്രഹീതൻ എന്നതാണ്. ഇതാണ് ശരിയായ പദം. ഓക്കെ അല്ലേ മക്കളെ? ഈ പദങ്ങളൊക്കെ തന്നെ തെറ്റിപ്പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് എഴുതി പഠിക്കുക. ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാനില്ല. ഓക്കെ, ഈ ഒരു മാർക്ക് നമുക്ക് അത്ര വിലപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അടുത്തത് സതീർത്ഥ്യൻ അല്ലെ? സതീർത്ഥ്യൻ. പല പുസ്തകങ്ങളും നമ്മൾ സതീർത്ഥ്യൻ എന്ന് രേഖപ്പെടുത്തി കാണുന്നത് ഇങ്ങനെയാണ്. അത് തെറ്റായൊരു പദമാണ് അല്ലെ? സതീർത്ഥ്യൻ എന്ന പദം ശരിയായിരുന്നത് ഇങ്ങനെയാണ്. സതീർത്ഥ്യൻ. സതീർത്ഥ്യൻ അർത്ഥിക്കുന്നവൻ എന്നാണ് അല്ലെ? സൗഹൃദം അർത്ഥിക്കുന്നവൻ, സൗഹൃദം ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ സൗഹൃദമുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു പദമാണ് സതീർത്ഥ്യൻ എന്ന പദം. ഓക്കെ അല്ലേ? കൂട്ടുകാരനാണ്. പൊതുവെ പെട്ടെന്ന് സതീർത്ഥ്യൻ എന്ന് കേൾക്കുന്ന സമയത്ത് ഒന്ന് കുചേലിന് ഓർമ്മ വരും. മറ്റൊന്ന് പണ്ട് നമ്മുടെ ദിലീപിന്റെ കുബേരൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഈ കലാഭവൻ മണിച്ചേട്ടൻ സതീർത്ഥ്യ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നൊരു വാചകമൊക്കെ ഒരു എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അല്ലെ? മണിച്ചേട്ടനൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ തമാശകളും അദ്ദേഹത്തിൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ എങ്ങനെ നമ്മൾ വിസ്മരിക്കും അല്ലെ? ശരി, ആ പദം ഒന്ന് ഓർത്ത് വയ്ക്കുക, സതീർത്ഥ്യൻ എന്ന പദം. ഇനി അടുത്ത പദം PSC സ്ഥിരമായി ഡിഗ്രി ലെവൽ പരീക്ഷകളിലും യൂണിഫോം ഫോഴ്സ് പരീക്ഷകളിലും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു പദമാണ് കവയിത്രി എന്ന പദം. മക്കളെ, കവയിത്രി എന്ന പദവുമുണ്ട്, കവയിത്രി എന്ന പദവുമുണ്ട്. ഇതിൽ കവയത്രി അല്ലെ? കവയത്രി എന്ന പദം തെറ്റാണ്. ശരിയായ പദം കവയിത്രി എന്നതാണ്. ഇതാണ് ശരിയായ പദം, കവയിത്രി. അവിടെ ഈ കവയിത്രി എന്ന പദത്തിലെ പുല്ലിംഗ പദം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക, കവി എന്നാണ് അല്ലെ? കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി എന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കവയത്രി എന്നത് തെറ്റാണ്. കവയിത്രിയാണ്, കവയിത്രി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐച്ഛികം എന്ന പദം നോക്കിയേ. ഐച്ഛികം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പല പാഠപുസ്തകങ്ങളിൽ പോലും ഐച്ഛികം എഴുതുന്നത് ഇങ്ങനെയാ. അത് തെറ്റാ അല്ലെ? ഐച്ഛികം ഇഷ്ടത്തിനനുസരിച്ചതാ. ഐച്ഛികം ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെ? ഇച്ഛയ്ക്കനുസരിച്ച്. ഇതാണ് ശരിയായ പദം, ഐച്ഛികം. ഐച്ഛികം, ഐച്ഛികം. ക്ലിയർ ആണോ? അപ്പൊ ഈ പദങ്ങൾ സെറ്റാണ്, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഇത് നോക്കിയേ, ഈ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? പരിതസ്ഥിതി. പരിതസ്ഥിതി നമ്മൾ പൊതുവെ പറയുമ്പോൾ ഇത് അവന്റെ പരിതസ്ഥിതി അതാണ്, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്ന അർത്ഥത്തിൽ പരിതസ്ഥിതി എന്ന പദം അല്ലെ? പരിതസ്ഥിതി നോക്കിയേ, ഇത് തെറ്റായ പദമാണ്. പരിതസ്ഥിതി എന്നാണ് അല്ലെ? അവിടെ വിസർഗത്തിന്റെ ഒരു ഉച്ചാരണം കൂടെ വരുന്നുണ്ട്. പരിതസ്ഥിതി, പരിതസ്ഥിതി, പരിതസ്ഥിതി. ക്ലിയർ അല്ലേ? അപ്പൊ ശരിയായ പദം ഇതാണ്. അടുത്ത പദം ആഴ്ചപ്പതിപ്പ് എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ ആഴ്ചപ്പതിപ്പ് എന്ന് എഴുതുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും എഴുതുക അല്ലെ? ആഴ്ചപ്പതിപ്പ്. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. ഇത് ആഴ്ചപ്പതിപ്പാണ്. ആഴ്ചപ്പതിപ്പ്, ആഴ്ചപ്പതിപ്പ് അല്ലെ? അത് തെറ്റായ ഉച്ചാരണമാണ്, പ്രയോഗമാണ്. ശരിയായി വരേണ്ടത് ആഴ്ചപ്പതിപ്പ് അല്ലെ? പതിപ്പ്. അവിടെ എന്ത് വേണം? പാക്ക് ഇരട്ടിപ്പ് വേണം. ആഴ്ചപ്പതിപ്പ്. ഓക്കെ, ശരിയായ പദം ഇതാണ്. ഇനി സഞ്ജീവനി എന്ന പദം അല്ലെ? സഞ്ജീവനി എന്ന പദം പൊതുവെ രണ്ട് രീതിയിൽ സഞ്ജീവനി എഴുതാറുണ്ട്. സഞ്ജീവനി അല്ലെ? സഞ്ജീവനി. ഈ സഞ്ജീവനി എന്നുള്ളത് ജീവനി എന്നാണ്. അത് ഉച്ചാരണം ഒന്ന് സ്ലോയിൽ പറഞ്ഞു നോക്കിയാൽ മതിടാ. സഞ്ജീവനി, സഞ്ജീവനി അല്ലെ? ഇത് ജായി ന്യായമാണ്. അതായത് ഈ പദം നോക്കിയത് തെറ്റാണ്, കാരണം ഇത് ജായി ന്യായമാണ്. ഇപ്പൊ നമ്മൾ വിജ്ഞാനം എന്ന പദം എഴുതത്തില്ലേ? വിജ്ഞാനം, വിജ്ഞാനം, വിജ്ഞാനം. കണ്ടോ? അതിന്റെ ഉച്ചാരണം തന്നെ മനസ്സിലാകുന്നില്ലേ? വിജ്ഞാനം, ജായി ന്യായം ഒരുമിച്ച്. സഞ്ജീവനി വരുമ്പോൾ സ്ലോയിൽ പറഞ്ഞ് സജീവനി ആണോ? നോക്കിയേ, സജീവനി. അത് ഇവിടെ ആയിപ്പോവും. സജീവല്ല, സഞ്ജീവനി. ആദ്യം സഞ്ജീവനി, സഞ്ജീവനി, ന്യായും ജായും ഒരുമിച്ച് അല്ലെ? അപ്പൊ അത് ഒരല്പം ഒന്ന് സ്ലോയിൽ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ വാക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരി, അടുത്ത പദത്തിലേക്ക്. അടുത്തത് അപ്പോൾ സഞ്ജീവനി എന്നുള്ള പദവും ക്ലിയർ ആണ്. അപ്പോൾ അതിലേതാണ് ശരി? രണ്ടാമത്തെ പദം, രണ്ടാമത്തേത്. അതായത് ന്യായും
ഞാക്ക് ശേഷം ജ എന്ന ശബ്ദവും വരുന്നു അല്ലെ. അപ്പൊ ഇതാണ് ശരിയായ പദം. ഇനി കയ്യാമം എന്ന പദം പൊതുവെ നമ്മൾ കയ്യാമം രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. ഒന്നുകിൽ കയ്യാമം എഴുതുന്നത് ഇങ്ങനെ എഴുതാറുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ കാണും പോലെ ഇങ്ങനെ എഴുതാറുണ്ട്, ഓക്കെ. കയ്യാമം എന്ന പദം എപ്പോഴും ഓർക്കുക, കയ്യാമം എന്ന പദം ഇതാണ് ശരിയായ പദം. എന്തുകൊണ്ട് ഇത് ശരിയാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തു വയ്ക്കുക മക്കളെ, ഐ കഴിഞ്ഞ യകാരം വരുമ്പോൾ ആ യകാരം ഒരിക്കലും ഇരട്ടിക്കില്ല, യാ ശബ്ദം ഒരിക്കലും ഇരട്ടിക്കില്ല. ഒരുപക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ തന്നെ ഒരുപാട് തവണ പറഞ്ഞൊരു പോയിന്റാണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഐ കഴിഞ്ഞ യാ വരുമ്പോൾ യാ ഇരട്ടിക്കില്ല. ഐ കഴിഞ്ഞ യാ എന്ന ശബ്ദം വരുമ്പോൾ യാ എന്ത് ചെയ്യില്ല, ഇരട്ടിക്കില്ല. കയ്യാമം അതിങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, ഇതാണ് ശരി. ഇനി കയ്യൊപ്പ, കയ്യൊപ്പ കണ്ടോ, കയ്യൊപ്പ ഇതിങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, ഇതാണ് ശരി. ഇനി കയ്യക്ഷരം, 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 ഇതാണ് ശരി അല്ലെ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാവോ, താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാവോ. നോക്കിയേ, കയ്യാമം, കയ്യൊപ്പ്, കയ്യക്ഷരം. ഇനി അതേപോലെ തന്നെ നോക്കിയേ, കയ്യെഴുത്ത്, കയ്യെഴുത്ത് പ്രീവിയസ് ആണ്, കയ്യെഴുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. ഇപ്പൊ കയ്യാമം, കയ്യൊപ്പ്, കയ്യക്ഷരം, കയ്യെഴുത്ത്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കും, വൈയാകരണൻ, വൈയാകരണൻ കണ്ടോ, വൈയാകരണൻ എന്ന പദം അതും പ്രീവിയസ് ആണ്. എന്താ വൈയാകരണൻ? വ്യാകരണം അറിയുന്നവൻ, വ്യാകരണം അറിയുന്നവൻ. കണ്ടോ, ഈ പദങ്ങളൊക്കെയും പ്രീവിയസ് ആണ് അല്ലെ. ഇതിലൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളുണ്ട് മക്കളെ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാവോടാ, കമന്റ് ചെയ്തേക്കാവോ. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ ശരിയായ പദം ഏതാ, ഇതാണ് ശരി. അപ്പോൾ ഉറപ്പായും എന്ത് ചെയ്യണം, നമ്മുടെ പരീക്ഷയ്ക്ക് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കും. ആ ഒരു ചോദ്യം ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് കണ്ടോ, ആയി കഴിഞ്ഞ് യാ വരുമ്പോൾ യാ ഇരട്ടിക്കുന്നില്ല തുടങ്ങി ഇതേപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാർക്കിങ് സ്കോർ ചെയ്യാൻ നമുക്ക്, ആ ഒരു മാർക്ക് നമുക്ക് തരാൻ പോകുന്ന അഡ്വാൻറ്റേജും വളരെ വലുതാണ്. എന്നാൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം കണ്ടത് പദശുദ്ധിയാണ്, എന്നാൽ ആ ചോദ്യ പേപ്പറിലെ രണ്ടാമത്തെ ചോദ്യമാകട്ടെ വാക്യശുദ്ധിയാണ്. ആദ്യത്തെ ചോദ്യം പദശുദ്ധിയായിരുന്നു, രണ്ടാമത്തെ ചോദ്യം വാക്യശുദ്ധി അല്ലെ. മുഴുവൻ ശുദ്ധീകരിച്ച് അങ്ങനെ പോവാണ് നമ്മൾ. ചോദ്യം ഇങ്ങനെയാണ്, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ബിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ അല്ലെങ്കിൽ വിസ്താരമായ ഭൂമി. ഓപ്ഷൻ സിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ ഡിയിൽ 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടുകൂടെയുള്ള അല്ലെങ്കിൽ ഓടെയുള്ള ഭൂമി അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ എന്താണ്, ഇച്ചിരി വലിച്ചു നീട്ടി ആവശ്യമില്ലാതെ പറയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇതിലെ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് ഇതാണ്, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മുമ്പ് നമ്മുടെ ക്ലാസ്സിനകത്ത്, നമ്മുടെ ആപ്പിനകത്ത്, ക്ലാസ്സിനകത്തൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യവും PSC ചോദിക്കാറുണ്ട്. പദശുദ്ധിയും വാക്യശുദ്ധിയും PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ അടുത്ത് ചോദിച്ച കണ്ട മറ്റു ചില ചോദ്യങ്ങൾ കൂടെ പെട്ടെന്ന് പറഞ്ഞു വരാം. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാലേ ഒരു മാർക്ക് സ്കോർ ചെയ്യാം. എന്നാ നോക്കിയേ, ഇവിടെ ഒന്നാമത്തെ ഒരു എക്സാമ്പിളായി ഞാൻ തന്നിട്ടുള്ളത് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു എന്നുള്ളതാണ്. യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. വാക്യം കേൾക്കുന്ന സമയത്ത് വാക്യത്തിൽ മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല അല്ലെ, മറ്റ് തെറ്റുകുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതിനകത്ത് ചെറിയൊരു പിശക്, ഒരു ചെറിയൊരു ആശയപിശകുണ്ട്. അതായത് ഭാഷയിൽ വാക്യങ്ങൾ ക്രമീകരിക്കുന്ന സമയത്ത് അതിനകത്ത് നോക്കേണ്ട ഒരു ക്രമമുണ്ട്, അതാണ് പദക്രമം എന്ന് പറയുന്നത്. ആ പദക്രമം എന്ന് പറയുന്നത് ക ക ക്രി ആണ്. എന്താണ് ക ക ക്രി? അതായത് ഈ ഒരു വാക്യം ക്രമീകരിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ആദ്യം വരേണ്ടത് ഒരു കായാണ് അല്ലെ. ആ കായ എന്ന് പറയുന്നത് കർത്താവാണ്. കർത്താവ്, കർത്താവ് ആദ്യം വരണം. തുടർന്ന് അടുത്ത ക കർമ്മം വരണം. രണ്ടാമത് ക്രി വരണം. ക്രിയയാണ്, ക്രിയ. ഓക്കെ, അതായത് ഒരു വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കർത്താവ് ഉണ്ടായിരിക്കണം, രണ്ടാമത് കർമ്മവും മൂന്നാമത് ക്രിയയും ഉണ്ടാകണം. കർത്താവ് എന്നാൽ പ്രവൃത്തി ചെയ്ത ആളാണ്. അതായത് ഒരു വാക്യം നിർമ്മിക്കുന്നത് കർത്താവ്, കർമ്മം, ക്രിയ എന്ന രീതിയിലായിരിക്കണം. കർത്താവ് എന്നാൽ പ്രവൃത്തി ചെയ്യുന്നയാള്, കർമ്മം എന്നാൽ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നയാള്, ക്രിയ എന്നാൽ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ കർത്താവ് ചെയ്ത പ്രവൃത്തി എന്തോ അത് ക്രിയ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രവൃത്തി ചെയ്തയാൾ ഇപ്പോൾ രാമൻ രാവണനെ കൊന്നു. പ്രവൃത്തി ചെയ്തയാൾ ആരാ? രാമനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കർത്താവ് ആരാണ്? അത് മന്ത്രിയാണ്. കർത്താവ്
ഇനി യോഗം, അതാ യോഗത്തിൽ എന്നതാണ് അതിൻ്റെ കർമ്മപദം. അതായത് കർത്താവ് ചെയ്ത പ്രവൃത്തി പങ്കെടുത്തു എന്നുള്ളതാണ് എന്തിൽ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച യോഗം അല്ലേ. അപ്പോൾ അതാണ് കർമ്മപദം. ഓക്കെ, ഇനി ക്രിയാപദം എന്താ? പങ്കെടുത്തു എന്നുള്ളതാണ്. ഇത് ക്രിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് ഇത് ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ വാക്യം തെറ്റാണ് അല്ലേ, വാക്യം തെറ്റാ. ശരിയാകണമെങ്കിൽ ആദ്യം കർത്താവ് വരണം. കർത്താവ് ആരാ? കർത്താവ് മന്ത്രിയാണ്. അപ്പോൾ ഇവിടെ ശരിയായി എഴുതാം മന്ത്രി. ഇനി കർമ്മമേതാ? യോഗത്തിൽ. ഇനി ക്രിയ ഏതാ? പങ്കെടുത്തു. കണ്ടോ, എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? ഓർത്ത് വയ്ക്കുക, മന്ത്രി യോഗത്തിൽ പങ്കെടുത്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ രീതിയിൽ പദക്രമഭംഗം വെച്ച് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉള്ളൂരിന്റെ കൃതികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ശരി, എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. അതൊരു സത്യസന്ധമായ കാര്യമാണെങ്കിലും ആ വാക്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് പദക്രമഭംഗം അനുസരിച്ചാണെങ്കിൽ ഇവിടെ പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്നൊരു ദോഷം കിടപ്പുണ്ട്. അതായത് ഒരേ അർത്ഥമുള്ളതോ ആശയമുള്ളതോ ആയുള്ള പദങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വാക്യത്തിൽ ഒരുമിച്ച് വരാൻ പാടില്ല. ഒരേ അർത്ഥമുള്ള അല്ലെങ്കിൽ ഒരേ ആശയമുള്ള പദങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന പ്രവണത ഒരിക്കലും വരാൻ പാടില്ല. ഇവിടെ അത്തരത്തിൽ ഏത് വാക്യമാണുള്ളത്? ഇന്ന് നമ്മുടെ നാട്ടിൽ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലായിടത്തും സർവത്ര. കണ്ടോ, ഈ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥമാണ്. അപ്പോൾ ഇതിൽ ഒരു പദം എടുത്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സർവത്ര എന്നുള്ള പദം നിങ്ങൾ ഇതിൽ ഏത് വേണോ കട്ട് ചെയ്യാം. പക്ഷേ റൂൾ അനുസരിച്ച് ആദ്യം വരുന്ന പദത്തെ സേവ് ചെയ്യണം, രണ്ടാമത്തെ പദം കട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മളത് നോക്കുന്നില്ല, അത് PSC നോക്കാറില്ല, രണ്ടും എടുക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലെ ഈ പദം കട്ട് ചെയ്യുന്നു. ഏത് കട്ട് ചെയ്യുന്നു? സർവത്ര എന്നുള്ള പദം നമ്മൾ കട്ട് ചെയ്തു. പകരം ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണ് എന്നെടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഞാൻ എടുത്തെഴുതുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണ്, അത് മതി. ഇത്തരത്തിൽ ഒരേ അർത്ഥമുള്ള പദങ്ങൾ വാക്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരേ അർത്ഥമുള്ള പദങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കാം. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ. മക്കളെ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കർത്താവും കർമ്മവും ക്രിയയും? അതേ കാര്യം തന്നെയാണ് ഇവിടെ അല്ലേ. ഇവിടെ പ്രവൃത്തി ചെയ്ത കർത്താവ് ആരാ? പ്രവൃത്തി ചെയ്യുന്ന കർത്താവ് ആരാ? ഇവിടെ ഗോപാലന്റെ മകനാണ് അല്ലെ. ശരി, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം. അത് ഇതൊന്ന് പറഞ്ഞിട്ട് വരാം. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ എന്നാണ്. അനുസരണശീലമില്ലാത്ത ഗോപാലന്റെ മകൻ. അതായത് ഗോപാലൻ എന്ന പദത്തിന്റെ വിശേഷണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അനുസരണശീലമില്ലാത്തത്. സത്യത്തിൽ ഗോപാലനാണോ അനുസരണശീലമില്ലാത്തത്? മകനാണ് അല്ലെ. അതായത് ഈ വിശേഷണം വരേണ്ടത് ആരുടെ മുമ്പിലാണ്? മകൻ എന്ന പദത്തിന് മുമ്പിലാണ്. അല്ലെങ്കിൽ അത് ഗോപാലൻ്റെ ആയി പോകും. ഇവിടെ ഇപ്പോൾ അർത്ഥത്തിൽ ഗോപാലന് അനുസരണശീലമില്ല, അയാൾക്ക് ഒരു മകനുണ്ട് എന്നാണ്. അതായത് ഗോപാലൻ അനുസരണശീലമില്ലാത്ത ഒരാളാണ്, അയാൾക്കൊരു മകനുണ്ട് എന്നതാണ്. അപ്പോൾ ഈ വാക്യം തെറ്റാണ് അല്ലേ. ഇത് ശരിയായി വരണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഗോപാലൻ എന്നുള്ളത് ഇപ്പുറത്ത് വരണം അല്ലേ. അപ്പോൾ ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ എന്ന് വരണം. ഗോപാലൻ്റെ അനുസരണശീലമില്ലാത്ത മകൻ എന്ന് വന്നാലേ ആ വാക്യം ക്ലിയർ ആവത്തുള്ളൂ. പറഞ്ഞാലും ക്ലിയർ അല്ലേ. ഇത്തരത്തിൽ പദങ്ങളുടെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ശരിയായ രീതിയിൽ അർത്ഥമെടുത്ത് വാക്യങ്ങൾ ക്രമീകരിക്കണം കേട്ടോ. ഇത് PSC സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്. ഓക്കെ, അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കിയേ. 500 വർഷത്തോളം പഴക്കമുണ്ട്. ചോദ്യം ഇതാണ്, 500 വർഷത്തോളം പഴക്കമുണ്ട്. ഈ വാക്യവും തെറ്റാണ്. എന്താ തെറ്റെന്നല്ലേ? 500 വർഷത്തോളം, അതായത് ഇവിടെ ഓൾറെഡി ഒരു സംഖ്യ പറഞ്ഞു, 500 എന്നൊരു സംഖ്യ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പറയുന്ന ഓളം എന്ന പ്രയോഗം ചേർക്കാൻ പാടില്ല. 500 വർഷം പഴക്കമുണ്ട് എന്ന് മതി. ഓക്കെ അല്ലേ. അപ്പം അത് ശരിയാക്കാൻ എന്ത് ചെയ്തു? ആ പറയുന്നതിൽ ഓളം, അതായത് സംഖ്യയോ അങ്ങനെ ഒരു ഉറപ്പുള്ളൊരു അല്ലെങ്കിൽ ഒരു സംഖ്യാവാചക ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തോറും ഓളം എന്നീ പദങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ. അപ്പോൾ 500 വർഷം പഴക്കമുണ്ട്, അത്രയും മതി. ഓക്കെ, ശരി. ഇനി അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഒന്ന് ഞാൻ ചോദിച്ചട്ടെ, അതിനേക്കാൾ അത് തന്നെയല്ലേ കവിഞ്ഞതും? അതിനേക്കാൾ അത് തന്നെയല്ലേ കവിഞ്ഞതും? അപ്പോൾ ആ വാക്യം തെറ്റി. അതായത് ഈ രണ്ട് പദങ്ങൾക്കും ഒരേ അർത്ഥം. ഇതിലൊന്നു മതി. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്ന് മതി. അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല, അത് മതി. ഓക്കെ, എങ്കിൽ ഇനി അടുത്ത ചോദ്യം. തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ
100-ന് 90%. ഒന്ന് ചോദിച്ചോട്ടെ, തൊഴിൽ ലഭിച്ചവരിൽ ഓക്കെ, 100-ന് 90%. ഈ 100-ന് 90 എന്ന് പറയുന്ന തന്നെ അല്ലേ ഈ ശതമാനം അല്ലേ? അപ്പം എന്ത് വേണ്ട? ഒന്നുകിൽ 100-ന് 90 എന്നുള്ളത് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് 100-ന് എന്നുള്ള കട്ട് ചെയ്ത് കളയാം. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണത് മതി, അല്ലെങ്കിൽ 100-ൽ 90 പേരും നിരാശരാണ് എന്ന് മതി. പറഞ്ഞാലും ക്ലിയർ അല്ലേ? സംഭവം മനസ്സിലായോ മക്കളെ? ഒരേ അർത്ഥമുള്ള പദങ്ങളാണ്, സോ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിനടുത്ത ചോദ്യം, എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? സംഖ്യാവാചിയായ ശബ്ദങ്ങൾ പറയുന്ന സമയത്ത്, അതായത് സംഖ്യയുള്ള പദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പദത്തിൽ എന്ത് ചേർക്കാൻ പാടില്ല? അൾ, കൾ, മാർ, അർ എന്നീ ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കാൻ പാടില്ല, റൂളാണ്. സംഖ്യയുള്ള അല്ലെങ്കിൽ സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പദങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അൾ, കൾ, മാർ, അർ എന്നീ ശബ്ദങ്ങൾ ചേർക്കരുത്. ഇവിടെ എത്ര വേഗമാണ് 10 കഴിഞ്ഞിട്ട് വർഷങ്ങൾ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. വർഷങ്ങൾ, അത് തെറ്റാ, ആ പ്രയോഗം പാടില്ല. അപ്പം എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത് എന്ന് മതി, എങ്കിൽ അതായിരുന്നു ശരി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് PSC ഏത് ഭാഗത്ത് ചോദിക്കുന്നത്? വാക്യശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കുന്നത്. എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? തെറ്റ്. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത്? അല്ലേ? എൻ്റെ കയ്യിൽ 10 മിഠായികളുണ്ട്. തെറ്റ്. എൻ്റെ കയ്യിൽ 10 മിഠായി ഉണ്ട്. എനിക്ക് 5 പേനകൾ വേണം. തെറ്റ്. എനിക്ക് 5 പേന വേണം. സംഖ്യ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ബഹുവചന പ്രത്യയങ്ങളായ അള്ളോ, കള്ളോ, മാറോ, ഒറോ ഒന്നും ചേർക്കാൻ പാടില്ല. അല്ലേ? ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? അൾ, കൾ, മാർ, അർ. ഇതാണ് ബഹുവചന പ്രത്യയങ്ങൾ. ഇവ എന്ത് ചെയ്യാൻ പാടില്ല? സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കാൻ പാടില്ല എന്നാ. ഇത്രയും ക്ലിയർ അല്ലേ? സന്തോഷം. അടുത്ത ചോദ്യത്തിലേക്ക് വരാമല്ലോ. ചോദ്യം നോക്കിയേ. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് എന്നതാണ്. നൽകിയിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷയാണ് ചോദ്യം. ഓക്കെ, ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള മൊഴിമാറ്റമാണ്. ഓക്കെ, അത്യാവശ്യം ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ബ്രേക്കാനായിട്ട് പറ്റും. നോക്കിയേ, എനിക്ക് തലവേദനയുണ്ട്. എനിക്ക് തലവേദനയുണ്ട്, ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എന്താണ്? എനിക്ക് തലവേദനയുണ്ട് എന്നതാണ്. ഓപ്ഷൻ എയിൽ ഐ ആം സഫറിങ് ഫോർ എന്താണ്? ഫോർ ഹെഡാക്ക് എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഐ ആം സഫറിങ് ഫോർ ഹെഡാക്ക് എന്നാണ്. ഓപ്ഷൻ ബിയിൽ ഐ ആം സഫറിങ് ബൈ ഹെഡാക്ക് എന്നാണ്. ഓപ്ഷൻ സിയിലാകട്ടെ ഐ ആം സഫറിങ് ടു ദി ഹെഡാക്ക് എന്നാണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡിയിൽ ഐ ആം സഫറിങ് ഫ്രം ഹെഡാക്ക് എന്നുണ്ട്. അല്ലേ? ഇവിടെ എനിക്ക് തലവേദനയുണ്ട് എന്നല്ലേ? തലവേദന ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? അവിടെ ഫ്രം വേണം. സോ ഐ ആം സഫറിങ് ഫ്രം ഹെഡാക്ക് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ചില പരിഭാഷകൾ PSC ചോദിക്കുന്ന അടുത്തിടെ ചോദിച്ചു കണ്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം. മക്കളെ, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരിക്കലെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കുക. ഫുൾ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്നതാണ്, പഠിച്ചേ പറ്റൂ. ഓക്കെ, നിങ്ങൾക്കിതിൽ എന്ത് സംശയം വന്നാലും ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ മൈ മെന്റർ ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിച്ചെടുക്കുക. മക്കളെ, ഇതിൽ ആദ്യത്തെ നോക്കിയേ, പ്ലേ വിത്ത് ഫയർ. പ്ലേ വിത്ത് ഫയർ ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലുകൂടിയാണ് പ്ലേ വിത്ത് ഫയർ എന്നുള്ളത്. പ്ലേ വിത്ത് ഫയർ എന്താണ്? തീ കൊണ്ട് കളിക്കുക അല്ലെ? പ്ലേ വിത്ത് ഫയർ, തീ കൊണ്ട് കളിക്കുക. പ്ലേ വിത്ത് ഫയർ, പ്ലേ വിത്ത് ഫയർ അല്ലെ? തീ കൊണ്ട് കളിക്കുക. ഓക്കെ, ഇനി അതേപോലെ PSC ചോദിച്ച ഒരു ട്രാൻസ്ലേഷൻ ആണ്, ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ്. ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ്. അതായത് ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു മഹത്തായ പൈതൃകമുണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ചോദ്യം എങ്ങനെ? ഇന്ത്യ ഹാസ് എ ഗ്ലോറിയസ് ഹെറിറ്റേജ് എന്നുള്ളത് അതിന്റെ പരിഭാഷ വരുന്നത് എങ്ങനെയാണ്? ഭാരതത്തിന് ഒരു മഹത്തായ പൈതൃകമുണ്ട് എന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എ ഹോട്ട് പൊട്ടറ്റോ. എ ഹോട്ട് പൊട്ടറ്റോ അല്ലെ? പൊതുവെ നമ്മൾ ഈ വാർത്താവതരൊക്കെ തന്നെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് എ ഹോട്ട് പൊട്ടറ്റോ എന്നുള്ളത് അല്ലെ? വളരെ സങ്കീർണമായ ഒരു പ്രശ്നം എന്ന അർത്ഥത്തിലാണ് ആ ഒരു പദം പ്രയോഗിക്കുക. ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത് സങ്കീർണമായ പ്രശ്നം എന്നതാണ്. എങ്കിൽ വൺസ് ഇൻ എ വേ അല്ലെ? വൺസ് ഇൻ എ വേ, വൺസ് ഇൻ എ വേ വളരെ വളരെ അപൂർവമായി മാത്രം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ശൈലി കൂടെയാണ് വൺസ് ഇൻ എ വേ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓർത്ത് വയ്ക്കുക, വൺസ് ഇൻ എ വേ എന്നുള്ളത് വളരെ അപൂർവമായി എന്നർത്ഥം. ഓക്കെ, ഇനി ജസ്റ്റ് ഇൻ ടൈം അല്ലെ? ജസ്റ്റ് ഇൻ ടൈം, ജസ്റ്റ് ഇൻ ടൈം അല്ലെ? അതായത് ശരിയായ സന്ദർഭത്തിൽ എന്നർത്ഥം. എൻ്റെ ശരിയായ മലയാള പരിഭാഷയിലേക്ക് വരുമ്പോൾ അതെന്താണ്? ശരിയായ സമയത്തിൽ അല്ലെങ്കിൽ ശരിയായ സന്ദർഭത്തിൽ, ജസ്റ്റ് ഇൻ ടൈം,
ജസ്റ്റ് ഇൻ ടൈം എന്നാണ് അല്ലെ, അപ്പോൾ ശരിയായ സന്ദർഭത്തിൽ എന്നാണ്. ഇനി നോക്കിയേ, ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ, ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ അതായത് ആപത്തിൽപ്പെടുക എന്നാണ്. ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ആപത്തിൽപ്പെടുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ PSC മൊഴിമാറ്റം ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, മസ്റ്റായിട്ട് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു മാർക്ക് നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്, വിലപ്പെട്ടതാണ്. എന്നാൽ അടുത്ത ചോദ്യമായി വരുന്നത് ഒരു ഒറ്റപ്പദമാണ്. ആ ഒറ്റപ്പദം അറിയുവാനുള്ള ആഗ്രഹം എന്ന ചോദ്യത്തെക്കുറിച്ചാണ്. അറിയുവാനുള്ള ആഗ്രഹത്തെ നമ്മൾ പൊതുവെ പറയുക എന്താണ്? ജിജ്ഞാസ എന്നാണോ, വിവക്ഷ എന്നാണോ, ജ്ഞാനം എന്നാണോ, ജ്ഞേയം എന്നാണോ? യെസ്, ജിജ്ഞാസയാണ് അല്ലെ. ജിജ്ഞാസ, അറിയുവാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്, എന്നാൽ പറയുവാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പദങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഒറ്റപ്പദങ്ങൾ അല്ലെ, ഇത്തരത്തിൽ ഒറ്റപ്പദങ്ങൾ PSC ചോദിക്കാറുണ്ട്. നമ്മളത് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. PSC സ്ഥിരമായി ചോദിക്കുന്ന ചില ഒറ്റപ്പദങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം. അതിലാദ്യത്തേത് പഠിക്കുവാനുള്ള ആഗ്രഹം. നമ്മൾ ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയതുകൊണ്ടാണ് ആഗ്രഹത്തിലേക്ക് തന്നെ വരുന്നത്. പഠിക്കുവാനുള്ള ആഗ്രഹം, അതാണ് പിബഡിസ എന്ന് പറയുന്നത്. പഠിക്കുവാനുള്ള ആഗ്രഹം എന്താണ്? പിബഡിസയാണ്. എങ്കിൽ കുടിക്കുവാനുള്ള ആഗ്രഹം അത് പിബാസയാണ്. ഒന്നുകൂടെ, പഠിക്കുവാനുള്ള ആഗ്രഹം പിബഡിസയാണ്, എന്നാൽ കുടിക്കുവാനുള്ള ആഗ്രഹം പിബാസയാണ്. എങ്കിൽ കാണുവാനുള്ള ആഗ്രഹം, കാണുവാൻ അല്ലെ, കാണുവാൻ ദൃശ്യമായതാണ് കാണുന്നത് അല്ലെ, ദിദൃക്ഷ, കാണുവാനുള്ള ആഗ്രഹം എന്താ? ദിദൃക്ഷ എന്നാണ്. ഇനി ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ബുഭുക്ഷു എന്ന പദം. മക്കളെ മാറിപ്പോരുത്. ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? ബുഭുക്ഷു ആണ്. ബുഭുക്ഷു. ഒന്നുകൂടെ, ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ ബുഭുക്ഷു കിട്ടി എങ്കിൽ ഭിക്ഷു എന്നുള്ള പദം കണ്ടിട്ടില്ലേ? ഭിക്ഷു എന്നതിന് യാചിക്കുന്നവൻ എന്നർത്ഥം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് സന്യാസി എന്ന പദവും. സന്യാസിയും ഭിക്ഷുവാണ്. ഭിക്ഷു. ഓക്കെ. ഇനി യതി എന്ന വാക്കിനും യതി എന്ന വാക്കിനും എന്തുണ്ട്? സന്യാസി എന്ന അർത്ഥമുണ്ട്. സന്യാസി. മക്കളെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, സന്യാസി എന്ന പദം ശരിയായിരുന്നത് ഇങ്ങനെയാണ്. ഇരട്ടിച്ച നായാണ്. ഒരു നാ എഴുതിയാൽ പോരാ, ഇരട്ടിച്ച നാ വേണം, യാ വേണം, സ. ഓക്കെ, സന്യാസി. ക്ലിയർ അല്ലേ? എങ്കിൽ അറിയുവാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അറിയുവാനുള്ള ആഗ്രഹം എന്താ? ജിജ്ഞാസ. ഓക്കെ. ഇനി ലാഭത്തോടുള്ള ആഗ്രഹമാണ് ലാഭേച്ഛ അല്ലെ. ലാഭത്തോടുള്ള ആഗ്രഹം എന്താണ്? ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ. ക്ലിയർ അല്ലേ? പറഞ്ഞാൽ സെറ്റ് അല്ലേ? അപ്പോൾ പഠിക്കുവാനുള്ള ആഗ്രഹമായി, കുടിക്കുവാനുള്ള ആഗ്രഹമായി, കാണുവാനുള്ള ആഗ്രഹം, ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം, അറിയുവാനുള്ള ആഗ്രഹം, ലാഭത്തോടുള്ള ആഗ്രഹം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതുകൂടാതെ ഒറ്റപ്പദങ്ങൾ ഒരുപാട് പദങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ബന്ധുത്വങ്ങളൊക്കെ കാണിക്കുന്ന പദങ്ങളും ഒന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പൊ ജനകന്റെ പുത്രി എന്ത് വിളിക്കും? ജാനകി എന്ന് വിളിക്കും അല്ലെ. ദശരഥന്റെ പുത്രനെ എന്ത് വിളിക്കും? ദാശരഥി എന്ന് വിളിക്കും. ഭീമന്റെ പുത്രിയെ എന്ത് വിളിക്കും? ഭൈമി എന്ന് വിളിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പദങ്ങൾ ഓർത്ത് വയ്ക്കുക. പിതാവിന്റെ പിതാവിനെ പിതാമഹൻ എന്നും മാതാവിന്റെ പിതാവിനെ മാതാമഹൻ എന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങൾ. ഇനി ഭാര്യയുടെ സഹോദരൻ, അതുപോലെ തന്നെ മകളുടെ ഭർത്താവ്, മകന്റെ ഭാര്യ, ഇത്തരത്തിലൊക്കെ ഉള്ള പദങ്ങളൊക്കെ തന്നെ ഇതിനൊക്കെ ഉള്ള ഉറ്റപദങ്ങളും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്തത് എല്ലാ പരീക്ഷകളിലും PSC മുറതെറ്റാതെ ചോദിക്കുന്ന ഒരു ചോദ്യ വിഭാഗമാണ് പര്യായ പദം. മക്കളെ എത്ര പഠിച്ചാലും തീരില്ല എന്ന് കുട്ടികൾ പരാതി പറയുന്ന ഒരു ഭാഗം കൂടെയാണ്. പക്ഷേ എത്ര പഠിച്ചാലും തീരുന്നില്ല എന്നുള്ളത് ഒരല്പം സ്മാർട്ട് വർക്ക് നടത്തി കഴിഞ്ഞാൽ തീരും. എങ്ങനെ? സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പഠിച്ചാൽ പോരെ. അക്കൂട്ടത്തിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം, രസകരമായൊരു ചോദ്യം കൂടെയാണ് പക്ഷിക്കൂട് എന്നുള്ളത് അല്ലെ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നതെന്നും കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള പക്ഷിക്കൂടെന്ന് നമ്മൾ അങ്ങനെ പൊതുവെ നോക്കി വെക്കുന്ന ഒരു പദമൊന്നുമല്ല അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഉയർന്ന ചോദ്യങ്ങളൊക്കെ വരുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകളും അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഒക്കെ പരീക്ഷകളുമാണ്. അപ്പോൾ നമുക്ക് ആ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി പഠിച്ചു വെക്കുക. മക്കളെ നോക്കിയേ, പക്ഷിക്കൂട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഇവിടെ ഓപ്ഷനിൽ അഖമുണ്ട്, നീടമുണ്ട്, കന്തളമുണ്ട്, നിടിലമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കൂടുതൽ പരിചയമുള്ളത് നിടിലം എന്നുള്ള പദമായിരിക്കും. നിടിലമൊക്കെ ഈ നെറ്റിത്തടവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന ഒരു പദമാണ്. ഓക്കെ. ഇവിടെ ശരിയായി പക്ഷിക്കൂട് എന്ന പദം ശരിയായി എഴുതുന്നത് നീടം എന്നാണ്. ഓക്കെ, നീടമാണ് പക്ഷിക്കൂട്, നീടം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പദങ്ങൾ എന്തൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകളും ഒന്ന് പറഞ്ഞു വരാം. ശ്രദ്ധിച്ചേ. അതിലാദ്യത്തത് അഖം അല്ലെ. അഖം എന്ന വാക്കിന് പാപം എന്നാണ് അർത്ഥം. അഖം
പാപം അല്ലെ, അഖം അനഘം എന്ന അഖം അനഘം അല്ലെ, അപ്പോൾ അഖം പാപമാണ് എങ്കിൽ കന്തളം 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 എന്ന വാക്കിന് മുള എന്നാണ് അർത്ഥം. ഇപ്പോൾ വരുന്ന പരീക്ഷകളിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ മുള എന്നതിന്റെ പര്യാപദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കന്തളം അല്ലെ. ഇനി നിടിലം എന്താ? നിടിലം നിടിലം നെറ്റിത്തടമാണ്, നെറ്റിത്തടം അല്ലെ. നിടിലം എന്ന വാക്കിന് നെറ്റിത്തടം എന്നാണ് അർത്ഥം. നിടിലം നെറ്റിത്തടമാണ്. അടുത്ത പദമാണ് ശാർദൂലം എന്നത്. ശാർദൂലം കടുവയാണ്. ശാർദൂലം എന്താ? കടുവയാണ്. മക്കളെ ഓർത്ത് വയ്ക്കുക, കടുവ, പുലി, ആന, അതുപോലെ തന്നെ കുതിര ഒക്കെ തന്നെ PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. മാന് അല്ലെ, മൃഗം എന്ന വാക്കിന്റെ അർത്ഥം ഈ അടുത്ത ഇപ്പോൾ 2 ദിവസം മുമ്പ് PSC നടത്തിയ ഒരു പരീക്ഷയിലും മൃഗം എന്ന വാക്കുണ്ടായിരുന്നു. മൃഗം എന്ന വാക്കിന് മാൻ എന്നാണ് അർത്ഥം. മൃഗം അല്ലെ, നമ്മൾ കൃഷ്ണമൃഗം എന്നുള്ള പദം ഓർത്ത് വെച്ചാൽ അത് മൃഗം മാനാണ്. അപ്പോൾ ഇവിടെ ശാർദൂലം എന്താണ്? കടുവയാണ്. ഇനി സീരം സീരമെന്നും ഹലമെന്നും ഒക്കെ, ഹലം അല്ലെ, ഹലം സീരമെന്നും ഹലമെന്നും ഒക്കെ പറയുന്നത് കലപ്പയാണ്. ഹലം സീരമെന്നും ഹലം എന്നുമൊക്കെ പറയുന്നത് കലപ്പയാണ്, കലപ്പ. ഇനി മക്ഷിക മക്ഷിക ഈ നമ്മുടെ കണ്ണശന്മാരുടെ കണ്ണശരാമായണത്തിനകത്ത് പറയും പോലെ ഉല്ലാസത്തോട് വിനതാതനയൻ ഉയർന്നു പറന്നിടുമാകാശേവ ഒരു പൊല്ലാമക്ഷിക തന്നാലാവത് പൊങ്ങുവതിൻ താനേ മുനിയുന്നിൻ അല്ലെ. അവിടെ മക്ഷിക എന്നാണ് പദം അല്ലെ. മക്ഷിക എന്നാൽ ഈച്ച എന്നാണ്. മക്ഷിക ഈച്ച തേനീച്ച പോലുള്ള പദങ്ങളൊക്കെ തന്നെ പഠിച്ചു വെക്കണം. അതും PSC ചോദിക്കാറുണ്ട്. വണ്ട്, ഭ്രമരമൊക്കെ PSC ചോദിക്കുന്നുണ്ട് അല്ലെ. ശരി, അടുത്തത് ദർദുരമാണ്. ദർദുരം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു അല്ലെ. അതിനകത്ത് ദർദുരം എന്നുള്ള പദം അത് 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർദുരം എന്ന വാക്കിന് തവള എന്നാണ് അർത്ഥം. മണ്ടൂകമെന്നും പ്ലവമെന്നും പ്ലവകമെന്നും ഒക്കെയുള്ള പദങ്ങളും എന്തിന് പറയുന്നുണ്ട്? തവളയ്ക്ക് പറയുന്നുണ്ട്. ഇനി ശുഗം എന്ന വാക്കാണെങ്കിൽ ശുഗം എന്നാൽ തത്തയാണ്. ശുഗമെന്നും കീരമെന്നും ഒക്കെ പറയുന്നത് തത്തയാണ്. ശാരിക എന്നൊക്കെ വിളിക്കുന്നത് തത്തയാണ്. ശാരിക പൈതലേ ചാരുശീലേ അല്ലെ. ശരി, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ശുഗം കീരമൊക്കെ എന്ത് തന്നെയാണ്? തത്ത തന്നെയാണ്. ഇനി പഞ്ചകൂടം എന്ന വാക്കിന് ആമ എന്നാണ് അർത്ഥം അല്ലെ. ആമ, പഞ്ചകൂടം അല്ലെ. കൂർമ്മം എന്ന വാക്കിനും ആമ എന്നാണ് അർത്ഥം. അപ്പോൾ ആമ. ഇനി ഉഷ്ട്രം എന്നാണ് വാക്ക്. ഉഷ്ട്രം എന്ന വാക്കിന് ഒട്ടകം എന്നാണ് അർത്ഥം. ഉഷ്ട്രം എന്ന വാക്കിന് ഒട്ടകം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പദങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പഠിക്കുക. പറഞ്ഞാലും ക്ലിയർ അല്ലേ? ഇനിയും കിട്ടുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? കണ്ടെത്തി പഠിക്കണം കേട്ടോ. ഇനിയും കിട്ടുന്ന വാക്കുകൾ കണ്ടെത്തി പഠിക്കുക. എന്നാൽ അടുത്ത ചോദ്യം ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചേർത്തെഴുതുക. ഇവിടെ വാക്കായി തന്നിട്ടുള്ളത് വാഗ്വാദം എന്ന പദമാണ്. വാക്വാദം അല്ലെ, വാഗ്വാദം. അപ്പോൾ അതിൻ്റെ ശരിയായത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സന്ധി ചെയ്തിരിക്കുന്ന ഭാഗത്ത് സന്ധി ചെയ്യുമ്പോൾ കായാണ് വരുന്നത് എന്ന് കരുതുക. ക. ഈ ക ചന്ദ്രക്കല കഴിഞ്ഞ് പ്ലസ് വരുന്നു. കായും ചന്ദ്രക്കലയും കഴിഞ്ഞ് പ്ലസ് വരുന്നു എന്ന് കരുതുക. എങ്കിൽ അവ മെജോറിറ്റിയും ഗായായി മാറും. എന്തായി മാറും? ഗായായി മാറും. അതായത് ഇവിടെ നോക്കി, വാക്ക് പ്ലസ് വാദം അത് ചേർത്തെഴുതുമ്പോൾ വാഗ്വാദമായിട്ടാണ് മാറുക. അല്ലേ? വാക്ക് പ്ലസ് വാദം ചേർത്തെഴുതുമ്പോൾ എന്തായി മാറുന്നു? വാഗ്വാദം. ഇതാണ് ശരിയായ ഉത്തരം, വാഗ്വാദം. വാക്ക് പ്ലസ് വാദം ചേർത്തെഴുതുമ്പോൾ എന്തായി മാറുന്നു? വാഗ്വാദമായി മാറും. അല്ലേ? ഇനി അതേപോലെ മറ്റു ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കി വരാം. മറ്റു ചില ചോദ്യങ്ങൾ ഈ അടുത്ത PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമുണ്ട്. ചലത് പ്ലസ് ചിത്രം എന്തായി മാറും? ഇപ്പോൾ നോക്കിയേ, ഒന്ന് തകാരമാണ്. തകാരത്തോടൊപ്പം ച എന്ന ശബ്ദമാണ് സന്ധി ചെയ്യുന്നത്. 2 ഖരവർണ്ണങ്ങളാണ്. ത സന്ധി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ത ചായോടൊപ്പം കൂടിച്ചേരുന്ന സമയത്ത് ഇങ്ങനെ നോക്കാം. നമുക്ക് ത അധികം ച, ത ചായോടൊപ്പം ചേരുന്ന സമയത്ത് ഈ ത നഷ്ടമായി അവിടെ ഒരു ച കൂടെ വന്നു ചേരും. അപ്പോൾ ഇത് ത അല്ലേ, ഇത് ച ആയി മാറും. 2 ചായും ചേർന്ന് ഇച്ഛയായി മാറും. ഒന്നുകൂടെ, തായും ചായും ഒരുമിച്ച് ചേരുന്ന സമയത്ത്, തായും ചായും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഇതിലെ താ പോയി ച വന്നിട്ട് ച ഇരട്ടിക്കും. അല്ലേ? സന്ധി ഏതാ? ആദേശ സന്ധിയാണ്. അങ്ങനെയെങ്കിൽ ചല. ഇനി തായും ചായും ചേർന്ന് നിശ്ചയെങ്കിൽ ചല ചിത്രം. കണ്ടോ കിട്ടിയില്ലേ? എളുപ്പമല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരമായി ചോദിക്കുന്നുണ്ട്.
ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ തന്നെ മറ്റൊരു ചോദ്യം പറഞ്ഞുതരാം. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത് പ്ലസ് ചന്ദ്രൻ അല്ലെ. ഇപ്പൊ നോക്കിയേ, ത് പ്ലസ് ചായാണ്, ത് പ്ലസ് ച. ഇതിൽ തകാരം ച എന്ന ശബ്ദത്തോടൊപ്പം ചേരുന്നത് കൊണ്ട് തന്നെ താ ക്യാൻസൽ ആവുന്നു, താക്ക് പകരം അവിടെ ച വരുന്നു. ഓക്കെ, ഇത് ഇരട്ടിച്ച തായായി മാറും, ഇരട്ടിച്ച ചായ മാറും. മക്കൾ നമ്മൾ നോക്കുന്നത് പിരിച്ചെഴുതിയിരിക്കുന്നതിൻ്റെ അപ്പുറം ഇപ്പുറം തായും ചായയുമാണോ നോക്കുക, എങ്കിൽ ഇരട്ടിച്ച ചായയായി മാറും. ഓക്കെ, അപ്പോൾ ഇതിന് പകരം അവിടെ ഇരട്ടിച്ച ചാ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി അതേപോലെ ശര ചന്ദ്രൻ. കണ്ടോ, ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ. ഇനി ഇതേപോലെ ഒരു പ്രശ്നം ആർക്കുണ്ട്? ഡാക്കും താക്കും ഉണ്ട്. നോക്കിയേ, ഡാ ത. ഓക്കെ, ഡാ ത. അതായത് ഇപ്പോ ഇൻ എന്ന ശബ്ദം തായോടൊപ്പം ചേരുന്നു അല്ലെങ്കിൽ തൂവോടൊപ്പം ചേരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ തായോടൊപ്പം ചേരുന്നു, താ എടുക്കാം നമുക്ക്, തായോടൊപ്പം ചേരുന്നു എന്ന് കരുതുക. എങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ഇന്നില്ലേ, ഇൻ നായായി മാറും. എന്നിട്ട് അത് ന് എന്നാവും, ന്. ഈ താക്ക് താ അവിടെ നഷ്ടമായി, അവിടെ ഡാ പകരം വരും. അപ്പോൾ നായും ഡായും ചേരുന്ന സമയത്ത് ഇണ്ടായി മാറും. അതായത് എവിടെയാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശബ്ദത്തിൽ എവിടെയാണോ നാ അല്ലെങ്കിൽ ഇൻ അധികം തായുള്ളത്, അത് ഇണ്ടായി മാറും. എക്സാമ്പിളാണ്, കൺ പ്ലസ് തു എന്ന പദം ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? കണ്ടു എന്ന് കിട്ടും. കണ്ടു, കണ്ടു, കണ്ടു അല്ലെ. ഇനി അതേപോലെ തന്നെ മറ്റൊരു വാക്യം ഞാൻ പറഞ്ഞുതരാം. എന്താ നോക്കിയേ, വിൺ പ്ലസ് തലം. കണ്ടോ, വിൺ പ്ലസ് തലം, വിൺ പ്ലസ് തലം. കണ്ടോ, ഇതാണ് വാക്ക് അല്ലെ. ഇത് ചേർത്തെഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? നായും തായും ചേർന്ന് എന്താവണം? ഇണ്ടയാവണം അല്ലെ. ഇണ്ട, ദാ വിണ്ടലം. കണ്ടോ, ഇനി ഉൺ പ്ലസ് തു, ഉൺ പ്ലസ് തു, നായും തായും ചേർന്നു, അപ്പൊ ഉണ്ടാവണം ഇണ്ട, അടയാളം ഉ, ഉണ്ടു. കണ്ടോ, അപ്പൊ ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ഇപ്പം ഞങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ ഇത്തരത്തിൽ ഒരുപാട് ട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ആപ്പിലൊക്കെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ, ഇങ്ങനെ പിരിച്ചെഴുത്തിനും ചേർത്തെഴുത്തിനും ഒക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾ അതൊന്നും ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സെറ്റ് അല്ലേ? സന്തോഷം. മുമ്പോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഒരു വിപരീത പദമാണ്. കണ്ടോ, സത്യത്തിൽ നമ്മുടെ ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത് PSC പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലയും കറക്റ്റായിട്ട് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നോക്കിയേ, അമരം എന്ന പദത്തിന്റെ, അമരം സിനിമയുണ്ട് അല്ലെ അച്ഛേ? ഓക്കെ, ശരി, സിനിമയുണ്ട്, അതല്ല. ഓക്കെ, അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നാണ് ചോദ്യം. അമരത്തിന് ഓപ്ഷനിൽ ഭ്രമരമുണ്ട്, അണിയമുണ്ട്, അതുപോലെ തന്നെ പദാനാമരമുണ്ട്. ഓക്കെ, അപ്പോൾ അതുമല്ല, പിന്നെന്താണ്? നിരാമരമുണ്ട്. ഓക്കെ, ഇതൊന്നും അല്ല. ശരിയായ ഉത്തരം എന്താണ്? അണിയം എന്നുള്ളതാണ്. അമരം, അണിയം, അമരം, അണിയം. അപ്പൊ അത്തരത്തിൽ സ്ഥിരമായി ചോദിച്ചു കാണുന്ന ചില ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞാലോ. നോക്കിയേ, ക്ഷയം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അക്ഷയം. ക്ഷയം എന്ന പദത്തിന്റെ വിപരീത പദം എന്താ? അക്ഷയം. ക്ഷയം ക്ഷയിക്കുന്നത്, അക്ഷയം ക്ഷയിക്കാത്തത് അല്ലെ. ഇനി ക്ഷരമോ? ക്ഷരം, ക്ഷരം, ക്ഷരത്തിന്റെ വിപരീതം അക്ഷരം. 2024 മാത്രം 2 തവണ ഈ ചോദ്യം PSC ചോദിച്ചു. 2 തവണ ഈ ചോദ്യം PSC ചോദിച്ചു. ക്ഷരം എന്നാൽ നശിച്ചു പോകുന്നത് എന്നർത്ഥം, അക്ഷരം എന്നാൽ നാശമില്ലാതെ നിൽക്കുന്നത് എന്നർത്ഥം അല്ലെ. അക്ഷരം, അക്ഷരം. ഓക്കെ, ഇനി നിമീലനമുണ്ട്, അതിൻ്റെ വിപരീതമാണ് ഉന്മീലനം. നിമീലനം, അതിൻ്റെ വിപരീതം എന്താണ്? ഉന്മീലനം എന്നാണ്. നിമീലനം വിപരീത പദം ഏതാണ്? ഉന്മീലനം എന്നതാണ്. നിമീലനം, ഉന്മീലനം. ഇനി ആഗമനമാണെങ്കിലോ, ആഗമനം വരിക അല്ലെ. ആഗമനം, നിർഗമനം പോവുക. പൊതുവെ ആഗമനം വിപരീത പദമായി കുട്ടികൾ നിഗമനമാണ് പഠിക്കുക. നിഗമനം അല്ലെ. നിഗമനം തെറ്റാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നിഗമനവും എന്താണൊക്കെ അല്ലെ, റിപ്പോർട്ടും ഒക്കെ എഴുതി വെക്കുമ്പോൾ അവിടെ നിഗമനം തീർച്ചപ്പെടുത്തലാണ്. അതല്ല പദം, നിർഗമനമാണ്, പോവുക. ഓക്കെ, ഇനി ലഘിമയാണെങ്കിലോ, ലഘിമയുടെ വിപരീതമാണ് ഗരിമ. ലഘിമയുടെ വിപരീതം എന്താണ്? ഗരിമ എന്നതാണ്. എന്നാൽ പ്രതീജി എന്നതാണ്. ഓക്കെ, ഇനി ഋതം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അനൃതം എന്നത്. ഋതം എന്ന പദത്തിന്റെ വിപരീത പദമാണ്
അനൃതം. ഓക്കെ, ഋതമെന്നാൽ സത്യമെന്നും അനൃതമെന്നാൽ അസത്യമെന്നുമാണ് പദം. അതാണ് അതിന്റെ അർത്ഥം. സത്യം അസത്യം, ഋതം അനൃതം. ഓക്കെ, എങ്കിൽ ഋജു നിവർന്നത് അല്ലെ, എങ്കിൽ അതിന്റെ വിപരീതം വക്രമാണ്. ഋജുവിന്റെ വിപരീതം വക്രം, വളഞ്ഞത്. ഓക്കെ അല്ലെ? അപ്പോൾ ഈ പദങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ക്ഷയം അക്ഷയം, ക്ഷരം അക്ഷരം, നിമീലനം ഉന്മീലനം, ആഗമനം നിർഗമനം, ലഘിമ ഗരിമ, പ്രാചി പ്രതീചി, ഋതം അനൃതം, ഋജു വക്രം. മക്കളെ, ഇതും പ്രീവിയസ് ആണ്. ഈ ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുമ്പോട്ട് പോകാലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ. ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്നതിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നാണ്. പഴഞ്ചൊല്ല് പഴയ ചൊല്ലെന്നാ പറയുക. ശൈലി എന്നാൽ ശീലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നവയാണ് ശൈലികൾ. ശൈലികൾ ചെറിയ വാക്യങ്ങളോ ചെറിയ പ്രയോഗങ്ങളോ ഒക്കെ ആയിരിക്കും. പഴഞ്ചൊല്ലുകൾ അങ്ങനെയല്ല, അർത്ഥപൂർണങ്ങളായ വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. മക്കളെ, ഇതിൽ അധികമായാൽ അമൃതം വിഷം, അതൊരു പഴഞ്ചൊല്ല് തന്നെയാണ്. ഒരു സംശയം വേണ്ട, അതൊരു പഴഞ്ചൊല്ലാണ്. മറ്റൊന്നും നോക്കണ്ട, ഒന്നും മതി. അധികമായാൽ അമൃതം വിഷം, അത് പഴഞ്ചൊല്ലാണ്, ശൈലിയല്ല, ശീലല്ല, ശീലങ്ങളിൽ നിന്ന് വരുന്നതല്ല അല്ലെ. ഇനി ഞെട്ടില്ല വട്ടയില അല്ലെ. പണ്ട് സ്കൂൾ ക്ലാസ് മുതലേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യം പഠിച്ച കടങ്കഥ എന്ന് പറയുന്ന ഇതാ. പണ്ട് സ്കൂളിൽ കടങ്കഥ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. വൈകിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അവസാന പീരീഡ് ഫ്രീ ആവുന്ന സമയത്ത് പണ്ട് ജെ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ടീച്ചർ പറയും, എന്നാൽ ഈ പീരീഡ് നിങ്ങൾ കടങ്കഥ ഇട്ടോ അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ ഇട്ടോ കളിച്ചോളാന്ന് പറയും. എനിക്കൊന്നു ബഹുഭൂരിപക്ഷം ദിവസങ്ങളും ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, ഞെട്ടില്ല വട്ടയില അല്ലെ. അപ്പോൾ ഉച്ചത്തിൽ എല്ലാവരും വിളിച്ച് പറയും, എന്താ ഞെട്ടില്ല വട്ടയില? ഒന്ന് ഉത്തരം താഴെ കമന്റ് ചെയ്തേക്കാവോ? ഞെട്ടില്ല വട്ടയില അറിയാലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ, ഒന്ന് ചുമ്മാ കമന്റ് ചെയ്തേ. അപ്പോൾ ഉത്തരം വേണ്ട ഒരു കമന്റ് ബോക്സിൽ നോക്കിയാൽ നമ്മുടെ പിള്ളേർ കമന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ശരി, നോക്കിയേ. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഭഗീരഥ പ്രയത്നം. ഭഗീരഥന്റെ പ്രയത്നം എങ്ങനെ? ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി ഭഗീരഥൻ നടത്തിയ പ്രയത്നം അല്ലെ. സ്വർഗകന്യകയായ അല്ലെങ്കിൽ സ്വർലോക നദിയായ ഗംഗയെ ഭൂമിയിലേക്ക് എത്തിക്കുവാനായി ഭഗീരഥൻ നടത്തിയ പ്രയത്നം. ഓക്കെ, അപ്പോൾ ആ പ്രയത്നത്തെ, ഏറ്റവും ശക്തമായ പ്രയത്നത്തെ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നു. അതൊരു ശൈലിയാണ്, ചൊല്ലല്ല. ഓക്കെ, ഇനി മനസാ വാചാ കർമ്മണ, അതും എന്തല്ല, ചൊല്ലല്ല. മനസാ വാചാ കർമ്മണ അല്ലെ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും അല്ലാതെ അല്ലെ. അപ്പോൾ അതും എന്തല്ല, ഈ പറയും പോലെ ചൊല്ലല്ല. അപ്പോൾ നമുക്ക് ചില ചൊല്ലുകളും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആശയങ്ങളും ഒക്കെ അറിയണം അല്ലെ. പല പരീക്ഷകളും PSC ചോദിക്കുന്ന, ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന ഒരു ചൊല്ലാണ് ആദ്യത്തേത്. മക്കളെ നോക്കിയേ, ചൊല്ലിങ്ങനെയാണ്, തേടിയ വള്ളി കാലിൽ ചുറ്റുക. എങ്ങനെ? തേടിയ വള്ളി കാലിൽ ചുറ്റുക. അതായത് നമ്മളൊരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം അന്വേഷിച്ച് നടന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ കാണുകയാണെങ്കിൽ പറയില്ല, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയില്ലേ? അതാ സംഭവം. അതായത് അന്വേഷിച്ച് നടക്കുന്ന വസ്തു യാദൃച്ഛികമായി കണ്ടെത്തുക എന്നാണ് ആ ഒരു ചൊല്ലിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്, താൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. താൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. പൊതുവേ നമുക്ക് മിക്കവർക്കും അങ്ങനെ ഒരു ശീലമുണ്ട് അല്ലെ. പലതും നമ്മളിങ്ങനെ നമ്മൾ അല്ലെങ്കിൽ തെറ്റാണ് എങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമാണ്. അതിനെ നമ്മൾ ശരിയെന്ന് പറഞ്ഞ് വാദിക്കും അല്ലെ. ശരിയെന്ന് പറഞ്ഞ് വാദിക്കാറുണ്ട്. പൊതുവേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വക്കീലിനെ പോലെ വാദിക്കും. പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മളൊരു ജഡ്ജിനെ പോലെ വിധിക്കുമെന്ന് പറയും അല്ലെ. അത് തന്നെയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന കാര്യം അത് അംഗീകരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ശ്രമങ്ങളില്ലേ, അതുകൊണ്ടാണ് പറയുന്നത് താൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. അപ്പോൾ ഇല്ലാത്ത കാര്യം സാമർഥ്യത്തോടെ ഉണ്ടെന്ന് സമർത്ഥിക്കുന്നതാണ് ഈ ഒരു ശൈലി അല്ലെങ്കിൽ ഈ ഒരു ചൊല്ല്. ഓക്കെ, ഇനി ഇട്ടിയമ്മ മറിഞ്ഞാൽ കെട്ടിയമ്പലത്തോളം. എങ്ങനെയാണ്? ഇട്ടിയമ്മ മറിഞ്ഞാൽ കെട്ടിയമ്പലത്തോളം എന്നാണ്. അതും ഒരു പഴഞ്ചൊല്ലാണ്. ക്ഷമിക്കുക, ഇത് ആരെയും ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ആർക്കും ഒരു വിഷമമുണ്ടാകണം എന്ന് കരുതിയിട്ടല്ല. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് നമ്മുടെ PSC പരീക്ഷകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. നോക്കിയേ, സ്ത്രീ സാമർഥ്യം വീട്ടിനുള്ളിൽ മാത്രം എന്ന അർത്ഥത്തിലാണ് അല്ലെ. ഓർത്തു വയ്ക്കുക, എന്താണ് ഇട്ടിയമ്മ മറിഞ്ഞാൽ എന്താണ് കെട്ടിയമ്പലത്തോളം അല്ലെ. സ്ത്രീ സാമർഥ്യം ഇവിടെ വീട്ടിനകത്ത് മാത്രം, അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് കാണിക്കുന്ന ഒന്നാണ്. ശരി, ഇനി അടി തെറ്റിയാൽ ആനയും വീഴും. സ്വാഭാവികം അല്ലെ. ഇത് പറയാത്തവർ കാണില്ല. വെറുതെ എങ്കിലും നമ്മൾ കളിക്ക് പോലും അല്ലെങ്കിൽ തമാശയ്ക്ക് പോലും പറയുന്ന ഒന്നാണ്. അടി തെറ്റിയാൽ ആരും വീഴും, ആനയും വീഴും അല്ലെ. ശ്രദ്ധ പിഴച്ചാൽ ഏത് വലിയവനും ആപത്തിൽ വീഴാം. ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ വീഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. അതിന് എത്ര സാമർഥ്യമുള്ളവനായിരുന്നാലും ശരി. ഓക്കെ, ഇനി പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല. സത്യത്തിൽ നോക്കാതിരിക്കുന്നതാണ് ശരിയായ കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിരുന്നാലും
പണം നോക്കുമ്പോൾ അല്ലെങ്കിൽ കാശിനെ കുറിച്ച് ഓർക്കുമ്പോൾ ബന്ധുത്വം നോക്കില്ല എന്ന് പറയുന്നതാണ്. അത് സത്യമാണ് അല്ലെ. സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുത്വം നോക്കണ്ട എന്നുള്ളത് തന്നെയാണ് പക്ഷം. എങ്കിലും നോക്കില്ല എന്നതാണ് സത്യം. സഹായിക്കുന്നത് വേറെ, ഇത് വേറെ അല്ലെ. അപ്പൊ ഇവിടെ പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ബന്ധുത്വം നോക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചൊല്ലുകളും PSC ചോദിക്കുന്നുണ്ട്. ശൈലികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശൈലികൾ എന്ന് പറയുമ്പോൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈ ധനാശി പാടുക ഒരു ശൈലിയാണ് അല്ലെ. ധനാശി പാടുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക എന്നുള്ളതൊരു ശൈലിയാണ് അല്ലെ. പരസ്യപ്പെടുത്തുക എന്നുള്ളൊരു ശൈലിയാണ്. ഇനി അതേപോലെ തന്നെ കണ്ടകശനി, കഷ്ടകാലം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അല്ലെ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരുപാട് ശൈലികൾ PSC ചോദിക്കാറുണ്ട്. ശൈലി വേറെ, ചൊല്ല് വേറെ. ഇവയൊക്കെ തന്നെ കഴിയുന്നിടത്തോളം ഒന്ന് വായിച്ച് അവ പ്രയോഗിക്കേണ്ട രീതികൾ പഠിച്ചു വെച്ചാൽ അവ നമുക്ക് ഉപകാരപ്രദമാണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇനി ഈ ഒരു സെറ്റിലെ അവസാനത്തെ ചോദ്യമാണ്. അതായത് 100ാമത്തെ ചോദ്യമായിരുന്നു. 38/2024 ചോദ്യപേപ്പറിലെ 100ാമത്തെ ചോദ്യം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇത് ചേർത്തെഴുതാനാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇതേ ചോദ്യപേപ്പറിൽ 2 ചോദ്യം നമ്മൾ കണ്ടു. ആദ്യം പറഞ്ഞത് പിരിച്ചെഴുതാനും അടുത്ത് പറഞ്ഞത് ചേർത്തെഴുതാനും അല്ലെ. ആദ്യം പറഞ്ഞത് ചേർത്തെഴുതാനും ഇവിടെ നമുക്ക് പിരിച്ചെഴുതാനും പറയുന്നുണ്ട് അല്ലെ. നമ്മൾ അതുകൊണ്ടാണ് സന്ധികാര്യങ്ങളും പിരിച്ചെഴുത്തും ചേർത്തെഴുതൊക്കെ അത്ര മനോഹരമായി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, മൈമെന്റുള്ള നമ്മുടെ കുട്ടികൾക്കറിയാം, അത്ര മനോഹരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. നമ്മുടെ ആപ്പിലൊക്കെ തന്നെ അതിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ക്ലാസ്സുകളും അതിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ക്വസ്റ്റ്യൻസും വർക്കൗട്ടും ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഇതാ നോക്കിയേ, നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം, ഈ എക്സാമിന് മുമ്പും ഒക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി അല്ലെ. നോക്കിയേ, താവഴി എങ്ങനെയാണ്? താവഴി അല്ലെ. താവഴി എന്ന പദം പിരിച്ചെഴുതുന്നത് തായ് പ്ലസ് വഴി എന്നുള്ളതാണ്. അമ്മ വഴി സമ്പ്രദായം അല്ലെ. ഇപ്പം പിതാവിന്റെ പിതൃപാരമ്പര്യവുമുണ്ട്, മാതൃപാരമ്പര്യവും ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലെ. അതിൽ മാതാവിന്റെ പാരമ്പര്യമാണ് തായ് വഴി അല്ലെ. തായ് വഴിയാണ് താവഴിയായി മാറുന്നത്. അതായത് ഇവിടെ ശരിയായ പദം ഏതാണ്? ഇതാണ് ശരി. ഓക്കെ, ഇത് സന്ധി ഏത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ നേരത്തെ ഒരു പദം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എന്താണ്? അത് ആദേശമായിരുന്നെങ്കിൽ ഇവിടെ വരുന്നത് ലോപസന്ധിയാണ്. കണ്ടോ, ലോപസന്ധി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരക്ഷരം ഇതിൽ കാണാനില്ല അല്ലെ. ഇത് ലോപസന്ധിയാണ്, ലോപസന്ധി. അപ്പൊ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ പിരിച്ചെഴുതാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില ചോദ്യങ്ങളൊന്ന് പറഞ്ഞു വരാം. മക്കളെ, സ്ഥിരമായി PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, ഈ അടുത്തും PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, സദാചാരം എന്ന പദം അല്ലെ. സദാചാരം എന്ന പദം എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദത്തിൽ ദ എന്ന ശബ്ദമുണ്ട് എന്ന് കരുതുക. ദ എന്ന ശബ്ദമുണ്ട് എങ്കിൽ ആ ദ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് അവിടെ തായും ചന്ദ്രകലയും കൊടുക്കുക. അവിടെ എന്ത് ചെയ്യണം? തായും ചന്ദ്രകലയും. കാരണം ത ഥ ദ ഥ ന, താലെ ആദ്യത്തെ അക്ഷരം, ആ താ കൊടുക്കുക, ചന്ദ്രകല കൊടുക്കുക, തുറന്നൊരു പ്ലസ് കൊടുക്കുക. ഇനി ദ എന്നല്ലേ, ദ തീരുമ്പോ എഴുതുന്ന ശബ്ദം ഏതാ? ദ തീരുന്ന ആയിലല്ലേ. അപ്പോ പ്ലസിന് ശേഷം ആ വയ്ക്കുക. ഇനി അതേസമയം ദ എന്നാണെങ്കിലോ ദ അല്ലെങ്കിൽ ആ ദ ക്യാൻസൽ ചെയ്യുക. ദ എന്ന ശബ്ദം ക്യാൻസൽ ചെയ്യുക. താഴെ ചന്ദ്രക്കല കൊടുക്കുക, പ്ലസ് ഇടുക, ആ അടയാളം ഇല്ലേ, അപ്പോൾ അത് ആ എന്ന് എഴുതുക. ഇനി അതേ സമയത്ത് ദി എന്നാണെങ്കിലോ ദ ക്യാൻസൽ ചെയ്യുക. താഴെ ചന്ദ്രക്കല കൊടുത്തു, പ്ലസ് ഇട്ടു, ചിഹ്നം ഇ അതേപോലെ തന്നെ വെക്കുക. ഇനി ദു എന്നാണെങ്കിലോ ദു എന്നാണ് എങ്കിൽ കരുതുക അവിടെ ദ ക്യാൻസൽ ചെയ്തിട്ട് തായും ചന്ദ്രക്കലയും പ്ലസ് ഉ. അപ്പൊ ദേ ആണെങ്കിലോ ദ ക്യാൻസൽ ചെയ്തു, താ ചന്ദ്രക്കല പ്ലസ് എ അല്ലെ. അതായത് ഈ ചിഹ്നം ചിഹ്നം പ്ലസിന് ശേഷം എഴുതണം. അപ്പോൾ ഇവിടെ അതെങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? താ നോക്കിയേ, താ എന്ന ശബ്ദം ദ ക്യാൻസൽ ചെയ്തു. അവിടെ എന്ത് എഴുതി? തായും ചന്ദ്രക്കല ഇട്ടു, പ്ലസ് ഇട്ടു. ഇനി ചിഹ്നം ഏതാ? ആ അതേപോലെ അങ്ങ് എഴുതി. ഓക്കെ അല്ലേ. അപ്പൊ എന്ത് കിട്ടി? സത് പ്ലസ് ആചാരം എന്ന് കിട്ടി. എന്ത് കിട്ടുന്നു? സത് പ്ലസ് ആചാരം എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ ഒരുപാട് വാക്കുകൾ PSC ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ ചിദാനന്ദം എന്ന പദം PSC ചോദിക്കാറുണ്ട്. ചിദാനന്ദം ദ ക്യാൻസൽ ചെയ്തു, തായും ചന്ദ്രക്കലയും എഴുതി, പ്ലസ് ഇട്ടു, ചിഹ്നം ആ. കണ്ടോ, എളുപ്പമല്ലേ? ഇനി അതേപോലെ തന്നെ ഈ അടുത്ത PSC ചോദിച്ച മറ്റൊരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അത് പിൻ പ്ലസ് കാലം അല്ലെങ്കിൽ ഇങ്ങനെ പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതാനായിട്ട് പിൽക്കാലം. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ചില്ല് വന്നതുകൊണ്ട് തന്നെ
ഒരു കാ എഴുതിയാലും മതി. ചില്ല് ആണ്, ചില്ലിന് ശേഷം വരുന്ന ശബ്ദം ഇരട്ടിക്കേണ്ടതെന്നാണ് നിയമം അല്ലെ. ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതെങ്ങനെ കിട്ടും? നമുക്ക് ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദങ്ങളിൽ മുൻ, പിൻ, പൊൻ, തൻ എന്നീ പദങ്ങളാണോ എന്ന് നോക്കുക. ആണ് എങ്കിൽ ഇവ സന്ധി ചെയ്യുമ്പോൾ കൂട്ടിച്ചേരുമ്പോൾ എന്തായി മാറും? മുന്ന് മുല്ലായി മാറുന്നു, പിന്ന് പില്ലായി മാറുന്നു, പൊന്ന് പൊല്ലായി മാറുന്നു, തൻ തല്ലായി മാറും അല്ലെ. അതായത് മുൻ മുല്ലായും, പിൻ പില്ലായും, പൊൻ പൊല്ലായും, തൻ തല്ലായി മാറും. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ളത് പില്ലല്ലേ? ആ പില്ലെന്ന് പറയുന്നത് എന്തായിരുന്നു? സത്യത്തിൽ പിന്നാണ്. സോ പിരിച്ചെഴുതേണ്ടതിന് പിൻ അധികം കാലം എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? അതിന് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതേ രീതിയിൽ തന്നെ ചോദിക്കുന്ന ഒന്നാണ് പൊൽത്തിടമ്പ്. പൊൽത്തിടമ്പ്. ഓക്കെ, അത് ഇരട്ടിച്ചു വിടാം, ഇരട്ടിക്കാതെ. ഞാൻ തൽക്കാലം ഇരട്ടിപ്പ് മാറ്റി തന്നെ എഴുതി വരുന്നു. ഇരട്ടിപ്പ് മാറ്റി തന്നെ എഴുതുകയാണ്. ഓക്കെ, പൊൽത്തിടമ്പ. പൊൽത്തിടമ്പ. മക്കളെ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്താൽ മതി? പൊൽ എന്നതല്ലേ? പൊല്ലെന്താണ്? പൊന്നാണ്. സോ പൊൻ പ്ലസ് തിടമ്പ. പൊൻ പ്ലസ് തിടമ്പ. പൊൻ പ്ലസ് തിടമ്പ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇനി അതേപോലെ തന്നെ ഓർത്തു വയ്ക്കുക. ഒരു വാക്കൂടെ തന്ന് നമുക്ക് ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ഞാൻ പിരിച്ചെഴുതാനായിട്ട് നിങ്ങൾക്ക് തരുന്നത് മറ്റൊരു ശബ്ദമാണ്. അത് തൊങ്മാംസം എന്ന പദമാണ്. തൊങ്മാംസം എന്ന പദം. തൊങ്മാംസം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശബ്ദത്തിൽ ങ എന്ന ശബ്ദമാണുള്ളതെന്ന് കരുതുക. ഓക്കെ, ഇപ്പൊ ങ് ആണുള്ളത് എങ്കിൽ ആ ങ് ക്യാൻസൽ ചെയ്യുക. അവിടെ പകരം ങയുടെ ആദ്യ ശബ്ദം ഏതാ? ങ. കാ ഖ ഗ ഖ ങ എന്നല്ലേ? കാ ഖ ഗ ഖ ങ അല്ലെ? അതിന്റെ ആദ്യ ശബ്ദമായ കാ എഴുതുക, ഒരു ചന്ദ്രക്കല കൊടുക്കുക, ഒരു പ്ലസ് ഇടുക, അത്രമാത്രം. ഇനി തന്നിരിക്കുന്നത് ങായാണ് എങ്കിൽ ങ, ഈ ങ് ക്യാൻസൽ ചെയ്യുക, കായും ചന്ദ്രക്കലയും പ്ലസും കൊടുക്കുക. ങ തീരുന്ന ഏത് ശബ്ദത്തിലാ? ആയിലാണ്. അതേപോലെ നമ്മൾ നേരത്തെ സദാചാരം ദ എന്ന ശബ്ദം പറഞ്ഞില്ലേ? അതേപോലെ. ഓക്കെ, ഇനി ങായാണ് വരുന്നതെങ്കിലോ? ങ ക്യാൻസൽ, ക് പ്ലസ് ആ. ങീ ആണെങ്കിലോ? ക് പ്ലസ് ഇ. ങു ആണെങ്കിലോ? ക് പ്ലസ് ഉ അല്ലെ? സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, ഇതിലെ ങ് എന്ന ശബ്ദം ക്യാൻസൽ ചെയ്യുന്നു. പകരം അവിടെ എന്ത് കൊടുക്കുന്നു? കായും ചന്ദ്രക്കലയും കൊടുത്തു, പ്ലസ് ഇട്ടു. വേറെ ചിഹ്നമൊന്നുമില്ലല്ലോ, വേറെ ഒന്നും വെക്കണ്ട, കഴിഞ്ഞു. ത്വക് പ്ലസ് മാംസം. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. വാങ്മയം. കണ്ടോ? വാങ്മയം എന്ന ശബ്ദം ഇതിൽ ങായാണ്, ങ് ആണ്. അങ്ങ് ക്യാൻസൽ ചെയ്തു, കാ എഴുതി ചന്ദ്രക്കല ഇട്ടു, പ്ലസ് ഇട്ടു. വേറെ ഒന്നും ചെയ്യേണ്ട, വാക് പ്ലസ് മയം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? നോക്കിയേ, ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 38/2024 ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ഉണ്ടായിരുന്ന എത്ര ചോദ്യങ്ങൾ? 10 മലയാള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇതാ കണ്ടോ, നമ്മൾ എത്ര മനോഹരമായി ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇതേപോലെ ഓരോ ചോദ്യപേപ്പറുകളും നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ ഓരോ ചോദ്യപേപ്പറുകളും നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ചോദ്യങ്ങളും നന്നായി പഠിച്ചു വയ്ക്കുക. വരുന്ന എക്സാമിന് നമുക്കത് യൂസ് ആകും. ഓക്കെ, ദ ഫുൾ ടീം, നമ്മുടെ മൈമെന്റിന്റെ ഫുൾ ടീം, എല്ലാ അധ്യാപകരും ഫുൾ ക്രൂ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നന്നായി എക്സാം എഴുതുക, നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായി നമ്മൾ വീണ്ടും കാണാം. ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.